ഹായ് എവരിവൺ, ശിവദൻ ടാരോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നിങ്ങൾ അറിയാത്തതും കാണാത്തതുമായ എന്തെല്ലാം കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി വന്നത് കിങ് ഓഫ് സോർഡിന്റെ എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് റീതിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ, എന്തൊക്കെ പാകപ്പിഴകളായിരുന്നു ഉണ്ടായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത് എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ കുടുംബപരമായ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് മാനസികമായി തകർന്ന ഒരു സാഹചര്യം, അത് ജോലി സംബന്ധമാകാം, സാമ്പത്തികമാകാം, കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മാനസികമായി തകർക്കുന്ന അവസ്ഥ ഒക്കെ കാണുന്നുണ്ട്. പലതും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം. ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരാജയം സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്, മനോബലം ഉയർത്തിക്കാട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് പല പുതിയ മാറ്റങ്ങളും കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ തുടക്കങ്ങളും വേണം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി ആ ഒരു കാര്യം ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് അടഞ്ഞ അധ്യായമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പുതിയ തുടക്കത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പല പുതിയ കാര്യങ്ങൾ, പുതിയ തീരുമാനങ്ങളും എടുക്കണം. ചിലപ്പോൾ അത് ജോലി സംബന്ധമായ കാര്യത്തിലായിരിക്കാം, അല്ല മുന്നോട്ടുള്ള ജീവിതത്തിലായിരിക്കാം. ഒരു സക്സസ് വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെടുന്ന ഒരു സാഹചര്യം. മുന്നോട്ട് എങ്ങനെ പോയാൽ ഒരു ഉയർച്ച ഉണ്ടാകും, ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത, പല കാര്യങ്ങളും മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പേടിയാണ്. ഇനിയും മുന്നോട്ട് പോയാൽ അത്തരമൊരു കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുമോ എന്നുള്ള ഒരു ഭയം നിങ്ങൾക്കുണ്ട്. എന്നാലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഹീൽ ചെയ്ത് പോയെങ്കിലാണ് പുതിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ധൈര്യത്തോടെ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഓരോരോ സമയങ്ങളും, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ നിമിഷങ്ങളും നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എത്തണമെങ്കിൽ നമുക്ക് പലതും അറിഞ്ഞിരിക്കണം എന്ന് പ്രപഞ്ചം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യവും നമ്മളെ പുതിയ അധ്യായത്തിലേക്ക് കൊണ്ടുപോയെത്തിക്കും. ചില ആളുകൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം ജീവിതത്തിൽ ഒരുപാട് ചതികൾ പറ്റിയ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഉണ്ടാക്കി പുതിയ കാര്യം തുടങ്ങാം എന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകളായിട്ടുള്ള സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകളുമായി ഡിവോഴ്സ് വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം ആ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പം ഉള്ള കാര്യം സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടാകും. ചില ആളുകൾക്ക് അത് ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില ആൾക്കാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി അത് നിർത്തി മറ്റൊരു ജോലിയിലേക്ക് കടക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ജീവിതത്തിലേക്ക്, പല പുതിയ തുടക്കങ്ങളും, പഴയതിൽ നിന്ന് മാറി പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്ന വ്യക്തികൾ. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പല മാറ്റങ്ങളും കൊണ്ടുവരണം, പഴയതിൽ നിന്നൊക്കെ മാറണം, പുതിയ തുടക്കങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ദുർഘടം പിടിച്ച സാഹചര്യങ്ങളിലൂടെ പോയ വ്യക്തികളാണ്. കാരണം നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കാനും നിങ്ങളോട് മത്സരിക്കാൻ, മത്സര ബുദ്ധിയായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഒരുപാട് വ്യക്തിയുള്ള സാഹചര്യമാണ് കാണുന്നത്. ആഗ്രഹിച്ച ജീവിതം നിറവേറ്റാൻ സാധിക്കാതെ അല്ല സമ്മതിക്കാതെ എപ്പോഴും ശത്രുത, വൈരാഗ്യം, ഇത്തരം ഒരു സാഹചര്യം മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടാത്ത ഒരു സാഹചര്യം, ഒരുപാട് സ്ട്രഗിളിങ്ങിൽ കൂടെ പോയ സാഹചര്യമാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തികളാണ്. മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്, മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും കൂടി നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പേടിയും ഭയവുമാണ്. മുന്നോട്ടേ നിങ്ങൾ എത്തിയിട്ടുണ്ട്, എല്ലാ സാഹചര്യത്തിൽ നിന്നും നേരിട്ട് മുന്നോട്ട് എത്തിയിട്ടുണ്ടെങ്കിലും കൂടി നിങ്ങൾക്ക് ഒരു പേടിയും ഭയവും. നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലെ ആ പേടി, ഭയം, മുന്നോട്ടുള്ള ജീവിതത്തെ കാണുന്നത് പേടിയോടെയും ഭയത്തോടെയും നോക്കി കാണരുത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിർത്തി വെച്ചിട്ടുണ്ടാകും.
അപ്പോൾ അത് നന്നായിട്ട് നോക്കിക്കൊണ്ട് നടന്ന് മുന്നോട്ട് പോയ ഏത് സാഹചര്യമായാലും ഇപ്പോൾ നിങ്ങൾ എന്താണോ സ്റ്റോപ്പ് ചെയ്ത് വെച്ച കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിർത്തി വെച്ചത്, അത് നന്നായിട്ട് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പടിവാതിക്കലോളം എത്തി നിൽക്കുന്ന, ഓഫറുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി, മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയായിരിക്കാം, ഒരു റീയൂണിയന് വേണ്ടിയായിരിക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകുക. നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ മനസ്സിൽ നിന്ന് കളയുക. മുന്നോട്ടുള്ള ജീവിതം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ്, അതിനനുസരിച്ച് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും. അതായത് പല കാര്യങ്ങളും മനസ്സിലാക്കിയും അറിഞ്ഞും പ്രവർത്തിച്ചും മുന്നോട്ട് പോയാൽ നിങ്ങളിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് തീർച്ചയായും വരും. എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ തേടി വരും. പിന്നെ ഇവിടെ കാണുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ട്രാപ്പിൽപ്പെട്ടൊരവസ്ഥയാണ് കാണുന്നത്. ചില വ്യക്തികൾ അത് സ്വയം ഇരിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ചില വ്യക്തികൾക്ക് കർമ്മത്താൽ കെട്ടപ്പെട്ട ഒരു സാഹചര്യം, കാർമിക സിറ്റുവേഷൻ. അപ്പം ഇതിൽ നിന്നെല്ലാം ഫ്രീ ആകണമെങ്കിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതോ അറിയേണ്ടതോ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവസാനിപ്പിച്ചു. ഒരു ഡെത്ത് കാർഡ്, 10 ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പം ആ കാര്യം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവസാനം ഒരു പുതിയ തുടക്കത്തിലേക്ക് കടക്കണം എന്നാണ് യൂണിവേഴ്സ് തീരുമാനിക്കുന്നത്. ചില വ്യക്തികൾ ജീവിച്ചിരുന്നത് ഇമോഷണലി അറ്റാച്ച്ഡ് അല്ലാത്ത വ്യക്തികളുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് കാണുന്നു. മാനസികമായിട്ട് ഒരടുപ്പവുമില്ലാത്ത സാഹചര്യം, വീട്ടിൽ വരുന്ന ഭക്ഷണം കഴിക്കുന്ന, കിടന്നുറങ്ങുന്ന, ഒരു കാര്യം ചോദിക്കോ പറയോ സംസാരിക്കോ ഒന്നും ചെയ്യാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികൾ, വേറൊരു അടുപ്പവുമില്ലാത്ത ഒരു സാഹചര്യം, അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്, എല്ലാം അവസാനിപ്പിക്കാം, പുതിയ തുടക്കങ്ങൾ വേണം, കൺട്രോളിൽ തന്നെ നിൽക്കണം, സ്വയം റെസ്പെക്റ്റ് വേണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം. ചിലപ്പോൾ കൂടെ തന്നെയുള്ള വ്യക്തികളെ ആയിരിക്കാം ഇങ്ങനെയുള്ള ഒരു ജീവിതം വേണ്ട എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോരുന്ന സാഹചര്യം. ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്നും ആ സാഹചര്യങ്ങളിൽ നിന്നും ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മാറ്റി ചെയ്യണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. എല്ലാ കാര്യത്തിനും ആക്ഷൻ എടുത്തേ മതിയാവൂ എന്ന് ഉറച്ച് തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡാർക്ക് എനർജി, നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു, അതിനെല്ലാത്തിൽ നിന്ന് ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥ, പല കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, അത് നിങ്ങളുടെ കാർമിക സിറ്റുവേഷൻ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അല്ലെ നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ ഉയർച്ച, നിങ്ങളുടെ വളർച്ച കണ്ട് ജലസ് തോന്നി അതില്ലാതാക്കാൻ വേണ്ടി പല എനർജികളും നിങ്ങളിലേക്ക് വന്നു പെട്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം പുറത്ത് കടക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, പാസ്റ്റ് ആലോചിച്ചിരുന്നാൽ വീണ്ടും നെഗറ്റീവായ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്ന് കയറുക. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ ചെറുതാണെങ്കിലും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചിന്തിക്കുക, ദൈവത്തിനോട് നന്ദി പറയുക. ഒരു 6 ഓഫ് പെന്റിക്കിളുടെ എനർജിയാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പല കാര്യങ്ങൾ ജീവിതത്തിലെ തിരികെ കിട്ടുന്ന സമയമായിട്ട് അവിടെ കാണാൻ സാധിക്കും. ജോലി സംബന്ധമായിരിക്കാം, അല്ലെ സാമ്പത്തിക വിവാഹ സംബന്ധമായിരിക്കാം, റിലേഷൻഷിപ്പ് അത് സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സങ്ങളായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരാൻ ആഗ്രഹിക്കുന്ന സാഹചര്യം, പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, ഒരു റീബർത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം.
ഇത്ര നാൾ പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ അർഹതപ്പെട്ടതുമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാതിരുന്നെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിരികെ കിട്ടുന്ന ഒരു സാഹചര്യം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി പുതിയ കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യം. എന്തുമായാലും ജോലി സംബന്ധമായിരിക്കാൻ, സാമ്പത്തികമായിരിക്കാൻ, എന്തും ആകാം. തിരികെ കിട്ടാത്ത കാര്യം, അത് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും എന്തായാലും കിട്ടാത്ത കാര്യത്തിന് വേണ്ടി വാരിക്കോരി അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അർഹതപ്പെട്ടത് മാത്രം കൊടുക്കുക. മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്ന കാര്യം ജീവിതത്തിലേക്ക് വരും, നീതി ലഭിക്കും എന്ന് ചിന്തിക്കുക. അപ്പൊ നിങ്ങളുടെ വേദനയ്ക്കും കണ്ണുനീരിനും ഫലമുണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും നിങ്ങളോട് മാപ്പിരക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. സ്പിരിച്വലായിട്ട് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാകുന്നുണ്ട്, ഇൻഡ്യൂഷൻ പവർ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ഒരു അറിവ് കൂടെ ഉണ്ടാകുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയാതിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ചിരുന്ന ഈ ഇത്തരം വേദനകളും വിഷമങ്ങളും പല കാര്യങ്ങളും റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ കാരണം നിങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു. സ്പിരിച്വലായിട്ടുള്ള ഒരു ലൈഫിനെയും കിട്ടുകയും നിങ്ങളുടെ ലൈഫിൽ സമാധാനവും ശാന്തിയും കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു. അതില്ലാത്തിനൊരു പരിഹാര മാർഗം ഉണ്ടാകുന്നു എന്ന് കാണുന്നു. പല മാറ്റങ്ങളും വരും. ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കുക.